എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സുമിത്രയുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ശീതൾ ഇറങ്ങിപ്പോവാൻ തുടങ്ങുകയാണ്. അപ്പൊ ശീതളിനോട് സുമിത്ര പറയുന്നുണ്ട്, മോളെ സച്ചിന്റെ സ്വഭാവമൊക്കെ നിനക്ക് അറിയാലോ, അതുകൊണ്ട് അമ്മ പറയുന്നത് കേക്ക്, ദയവ് ചെയ്ത് നീ ഇവിടുന്ന് ഇറങ്ങി പോകരുത് എന്നും പറഞ്ഞ് സുമിത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കുമ്പോഴത്തേക്കിനും ശീതളാണെങ്കിലോ, അമ്മേ അനന്യ ചേച്ചി പറഞ്ഞത് ശരി തന്നെയാണ്, ഞാൻ ജീവിക്കേണ്ടത് സച്ചിന്റെ ഒപ്പമല്ലേ, സച്ചിന്റെ ഭ്രാന്ത് മാറ്റാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ഇതൊക്കെ കേട്ട് നമ്മുടെ സരസ്വതിയമ്മ അടുത്ത് നിൽക്കുന്നുണ്ട്. സരസ്വതിയമ്മ പറയുന്നുണ്ട്, മോളെ ശീതളെ, ദേ നീ വിഷമിക്കൊന്നും വേണ്ട, നിന്റെ കൂടെ ഈ അച്ചമ്മയും വരാം, അച്ചമ്മ അവനോട് സംസാരിക്കാം, ഈ സരസ്വതിയുടെ അടുത്ത് അവന്റെ കളിയൊന്നും നടക്കില്ല എന്നും പറഞ്ഞ് സരസ്വതിയമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിൽ സരസ്വതിയെ ദേഷ്യത്തോടു കൂടി നോക്കുക. അമ്മ എന്തിനാണ് ഞാൻ എങ്ങനെയെങ്കിലും അവളെ സമാധാനപ്പെടുത്തി ഇവിടെ നിർത്താൻ നോക്കുമ്പോഴത്തേക്കിനും അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ദയവ് ചെയ്തൊന്നും മിണ്ടാതെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് സരസ്വതിക്ക് ദേഷ്യവും വന്നു. അതെ സുമിത്രേ, നിന്റെ മകൾക്ക് ഒരു സഹായത്തിനാണ് ഞാൻ കൂടെ പോവാന്ന് പറഞ്ഞത്, അത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നിന്റെ മകളെ സച്ചിൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നും പറഞ്ഞ് സരസ്വതി ദേഷ്യപ്പെട്ട് അങ്ങ് പോകുമ്പോഴത്തേക്കിനും ഉടനെ ശീതള പറയുന്നുണ്ട്, അച്ചമ്മ പറഞ്ഞത് ശരിയാണമ്മേ, സച്ചിൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ല, അവൻ അത്ര കണ്ട് ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തനാണെന്നും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അച്ചമ്മേൻ്റെ കൂടെ ഉള്ളത് അതെനിക്കൊരു സഹായമായിരിക്കുമെന്നും പറഞ്ഞു. ഇത് കേട്ട് സരസ്വതി അമ്മയ്ക്ക് സന്തോഷമായി. എന്നാ മോളെ അച്ചമ്മ പെട്ടി പാക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ പാക്ക് ചെയ്തോ, അമ്മ വിഷമിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ് നമ്മുടെ സുമിത്രയോട് ചേർന്ന് നിൽക്കുകയാണ് ശീതള് പറയുന്നുണ്ട്, ഒന്നെങ്കിൽ അവനെ ഞാൻ നന്നാക്കി എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നേക്കുമെന്നും പറഞ്ഞ് ശീതൾ ആ വീടിന്റെ പടി ഇറങ്ങാൻ തുടങ്ങുന്നു. ഈ സമയത്താണെങ്കിലോ നമ്മുടെ പൂജയെ കാണിക്കുകയാണ്. പൂജയാണെങ്കിൽ ഇതാ പങ്കജിന്റെ അടുത്തിരുന്ന് സംസാരിക്കുക. അപ്പൊ പങ്കജിനോട് പറയുന്നുണ്ട്, പങ്കജ് പ്രതീക്ഷേട്ടൻ ഇങ്ങനെയൊക്കെ ആയി പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, അതും എൻ്റെ അനിരുദ്ധേട്ടൻ എന്തിനാ ഇങ്ങനെ കള്ളത്തരം പറയുന്നത്, അമ്മ എത്രമാത്രം സ്നേഹിച്ചാണ് ആ മക്കളെ വളർത്തിയതെന്ന് പങ്കജിന് അറിയാവോന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ പങ്കജ് പറയുന്നുണ്ട്, എടോ തനിക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ഈ സത്യം തന്നോട് പറയാനായിട്ട് മമ്മിയോട് പറഞ്ഞത്, ഇതിപ്പോ താൻ കേട്ട് കഴിഞ്ഞപ്പോ തനിക്ക് വലിയ വിഷമമൊക്കെ ആയി പോയല്ലോ, എന്താ താൻ ഇങ്ങനെ, താനൊന്ന് ചിന്തിക്കുന്നു പറഞ്ഞ് പങ്കജ് ഇങ്ങനെ നമ്മുടെ പൂജയെ ആശ്വസിപ്പിക്കുകയാണ്. പൂജയാണെങ്കിൽ പറയുന്നുണ്ട്, പ്രതീക്ഷേട്ടൻ ഇങ്ങനെയുള്ള ഒരാളൊന്നും അല്ലായിരുന്നു, എന്തോ ചതിവ് നടന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം നമ്മുടെ രഞ്ജിതയാണെങ്കിൽ ഇവൾക്ക് കുടിക്കാനുള്ള ചായയൊക്കെ ആയിട്ട് വരികയാണ്. അപ്പം വന്ന പാടെ തന്നെ മോള് പറഞ്ഞത് 100% ശരി തന്നെയാണ്. ദേ മോളെ, മോളുടെ അമ്മയോട് ആന്റിക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, എന്തിനാ ഞാൻ അവരോട് ദേഷ്യപ്പെടുന്നത്, അവരുടെ അവസ്ഥ ശരിക്കു പറഞ്ഞ ദയനീയമാണ്. 6 വർഷം കോമ സ്റ്റേജിൽ കിടന്നു, അതിനുശേഷമാണെങ്കിലോ ഓരോ മക്കളും എവിടെയൊക്കെയാണെന്ന് അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞു നടന്നു. പിന്നെയോ ഒരു മകനതാ ഇനിയിപ്പോൾ കണ്ടു കിട്ടാനും ഉണ്ട്. പ്രതീഷിന്റെ ഈ അവസ്ഥയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ശരിക്കും വിഷമമാണ് തോന്നിയതെന്നും പറഞ്ഞ് രഞ്ജിത പൂങ്കണ്ണുനീരൊഴുക്കുകയാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അരവിന്ദം പറയുന്നുണ്ട്, അതെ പൂജമോളെ, മോൾക്ക് അറിയാവോ, പ്രതീഷ് ജയിലിലാണെന്നൊക്കെ അറിഞ്ഞ സമയത്ത് എൻ്റെ രഞ്ജു അവനെ കാണാൻ ജയിലിൽ പോയായിരുന്നു. അവിടെ ചെന്ന് അവനോട് പുറത്തിറക്കാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സഹായവും ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം രഞ്ജിതയുടെ ഈ നല്ല സ്വഭാവം ഒക്കെ നമ്മുടെ അരവിന്ദം പറയുന്ന സമയത്ത് പൂജയ്ക്ക് വലിയ സമാധാനമൊക്കെ ആയി. രഞ്ജിതാന്റിക്ക് എന്തായാലും ശത്രുക്കളെ പോലും സഹായിക്കാനുള്ള മനസ്സുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ പൂജ സംസാരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ രഞ്ജിത ആ അവസരം അങ്ങ് മുതലാക്കുക. മോളെ, ആന്റിക്ക് അങ്ങനെ സുമിത്രയോടോ അല്ലെങ്കിൽ രോഹിതേട്ടനോടോ ഒന്നും ഒരു ദേഷ്യവും ഇല്ല, ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ മാറി. എന്തായാലും എൻ്റെ രോഹിതേട്ടൻ മോനെ പോലെ സ്നേഹിച്ചതാണല്ലോ പ്രതീഷിനെ, അപ്പം അവൻ അങ്ങനെ ജയിലിൽ കഴിയുമ്പോഴത്തേക്കിനും ആന്റിക്ക് വിഷമം ഉണ്ടാവും, അതുകൊണ്ടാണ് അവന് പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ആന്റി ചെയ്തതെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ പൂജയാണെങ്കിലോ സുമിത്രയുടെ ജീവിതത്തിൽ ഇതുവരെ നടന്ന ഓരോ ദുഃഖങ്ങളും ഓരോ ട്രാജഡിയും ഇങ്ങനെ ഓർത്തോർത്ത് പറയുമ്പോഴത്തേക്കിനും രഞ്ജിത പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, ഇനി നിന്റെ അമ്മയ്ക്ക് സന്തോഷമാകും. പക്ഷെ ആന്റി, എനിക്ക് ആന്റിയോടൊരു കാര്യം കൂടെ പറയാനുണ്ട്, ആന്റി എന്നോട് പറഞ്ഞല്ലോ അറിഞ്ഞ സത്യങ്ങളൊന്നും എൻ്റെ അമ്മയോട് പറയരുതെന്ന്, പക്ഷേ അത് എത്രമാത്രം
അടക്കി വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആൻറ്റി. ഞാൻ ചിലപ്പം എൻ്റെ അമ്മയുടെ സങ്കടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു പോകുമെന്നും പറഞ്ഞ് പൂജ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, മോളെ നിന്റെ മനസ്സ് ആൻറ്റിക്ക് അറിയാം, നീ വിഷമിക്കുമൊന്നും വേണ്ട. നിനക്ക് ഈ സത്യം തുറന്നു പറയാൻ തോന്നുമ്പോൾ നീ തുറന്നു പറഞ്ഞോ. പിന്നെ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ദേ ആൻറ്റി പറയുന്നത് മോള് കേൾക്കണം കേട്ടോ. എന്താ ആൻറ്റി, എന്ത് കണ്ടീഷൻ ആൻറ്റിക്ക് പറയാനുള്ളത്? ആൻറ്റിക്ക് ഞാൻ വാക്ക് തരാം. അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലും ഇതിൻ്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാവില്ല മോളെ. അതൊന്നും അല്ല ആൻറ്റിക്ക് പറയാനുള്ളത്. പ്രതീഷിനെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നത് ഞാനാണ് എന്നുള്ള സത്യം അത് സുമിത്ര അറിയരുതെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പൂജ ചെറുതായിട്ടൊന്ന് ഞെട്ടി കേട്ടോ. പൂജ പറയുന്നുണ്ട്, അതെന്താ ആൻറ്റി, ആൻറ്റി നല്ലൊരു കാര്യമല്ലേ ചെയ്യുന്നത്? മോളെ സംഭവം ശരിയാണ്. സുമിത്ര ഇപ്പോഴും എന്നെ ശത്രുവായിട്ടാണല്ലോ കാണുന്നത്. അതുകൊണ്ട് തന്നെ സുമിത്രയുടെ മുന്നിൽ പ്രതീഷിനെ ഒരു സർപ്രൈസ് പോലെ കൊണ്ടുവന്ന് നിർത്തണം. അതാണ് ആൻറ്റിയുടെ ആഗ്രഹം. അപ്പം ഇതൊക്കെ കേൾക്കുമ്പം ആൻറ്റി ഇത്രയും നല്ലൊരു വ്യക്തിയായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ പൂജ ഇങ്ങനെ ചിന്തിക്കുമ്പം അരവിന്ദനാണെങ്കിൽ ആലോചിക്കുകയാണ്, രഞ്ജു കളം മാറ്റി ചവിട്ടാൻ തുടങ്ങി. കുറച്ചു മുന്നേ ഈ സുമിത്ര ഈ സത്യങ്ങളൊന്നും അറിയരുത് എന്നും പറഞ്ഞ് പൂജയെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച ആളാണ്. ഇപ്പതാ മാറി ചിന്തിക്കുകയാണ്, എന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം പെട്ടെന്ന് തന്നെ ചായയൊക്കെ കുടിച്ചു. നമ്മുടെ പൂജ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കിനും രഞ്ജിത പറയുന്നുണ്ട്, മോളതെ നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആൻറ്റി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്, അതുകൊണ്ട് എൻ്റെ മോള് ഊണ് കഴിച്ചിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ നമ്മുടെ പൂജയെ നിർബന്ധിക്കുകയാണ്. അപ്പൊ പൂജ പറയുന്നുണ്ട്, ആൻറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം, എന്താ മോളെ നീ ഇങ്ങനെ, നിന്റെ വല്ലപ്പോഴും കൂടിയല്ലേ എനിക്ക് കിട്ടുന്നത്, അതുകൊണ്ട് എൻ്റെ മോളിങ്ങ് വന്നേന്നും പറഞ്ഞ് രഞ്ജിത് അവളെ അടുത്ത് വിളിച്ചു. ഇവിടുന്ന് ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞ് അവളെയും കൂട്ടി കിച്ചണിലേക്ക് പോകുമ്പോൾ നമ്മുടെ പങ്കജും അതുപോലെ തന്നെ അരവിന്ദനും കൂടി ചർച്ചയായി. അല്ലട മോനെ, നിന്റെ മമ്മി എന്താ ഇപ്പൊ മാറ്റി പിടിച്ചത്? അവളെ എനിക്ക് ഒട്ടും അങ്ങ് മനസ്സിലാവുന്നില്ലല്ലോ. അതെ ഡാഡിക്ക് മമ്മി ഇത്രയും കാലമായിട്ട് അറിയാത്തത് എൻ്റെ കുഴപ്പമല്ലല്ലോ. എൻ്റെ മമ്മി എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും പൂജയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്തായാലും ഈ സ്വത്തുക്കളൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല എന്ന് മാത്രം ഡാഡി മനസ്സിലാക്കിയാൽ മതിയെന്നും പറഞ്ഞ് പങ്കജ് അവിടെ നിന്നിങ്ങനെ ചിരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ അനന്യയെ കാണിക്കുകയാണ്. അനന്യയാണെങ്കിൽ ഓരോ സാധനമൊക്കെ അലമാരിക്കകത്ത് തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ അനിരുദ്ധ് വന്നതും അനിരുദ്ധിനെ കണ്ട് അനന്യക്ക് ദേഷ്യമായി. നിനക്ക് എന്താ പ്രശ്നമെന്നുള്ള രീതിയിൽ അനന്യയോട് അനിരുദ്ധ് ചോദിക്കുമ്പോഴത്തേക്കിനും, അതെ എനിക്ക് ചില കാര്യങ്ങളും ചില നിർബന്ധവും ഒക്കെ ഉണ്ട്. എൻ്റെ മോളുടെ കാര്യത്തിൽ മറ്റാരും അധികം ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതും അനിരുദ്ധ് പറയുകയാണ്, അതെ കൊച്ചു നിൻ്റെത് മാത്രമല്ല, കൊച്ചു ഈ കുടുംബത്തിൻ്റെ മൊത്തമാണ്. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ നിന്നെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഉത്തരവാദിത്വം ഉണ്ട്. അത് പറ്റില്ല എന്നല്ലേ ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞ് അനന്യ ദേഷ്യപ്പെടുകയാണ്. പിന്നെ നമ്മുടെ അനിരുദ്ധ് പറയുന്നുണ്ട്, നിനക്ക് ഞാനുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് എന്നെ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത്? നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. ചില സമയത്ത് നിനക്ക് നിന്റെ അമ്മയുടെ തനി സ്വഭാവമാണെന്നും പറഞ്ഞ് അനന്യയെ ഇങ്ങനെ അനിരുദ്ധ് കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കിനും, അതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ സ്വരമോളയും കൊണ്ടായിരിക്കും ഇറങ്ങുന്നത്, അല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറയുക. അപ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, എൻ്റെ പൊന്നോ ഇവളെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്നും പറഞ്ഞ് അവൻ അപ്പുറത്തോട്ട് പോവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സുമിത്ര കരഞ്ഞു പിടിച്ച് വരികയാണ്. മോനെ ശീതള പോവാൻ തുടങ്ങുകയാണ്. ദേ അവള് പെട്ടിയൊക്കെ പാക്ക് ചെയ്തു ഇറങ്ങുകയാണ്, നീ ഒന്ന് അങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മുടെ അനന്യ ഒരു ചിരി അങ്ങ് ചിരിക്കുകയാണ്. എന്താ പറയുക അല്ലേ, അനന്യ ശരിക്കും പറഞ്ഞാൽ ആ കുടുംബം നശിപ്പിക്കാൻ തന്നെ ഉള്ള ഒരു പുറപ്പാടിലാണ്. എന്തായാലും അവരെല്ലാവരും തമ്മിലുള്ള ഒത്തൊരുമ അത് നശിപ്പിച്ചിട്ട് നമ്മുടെ അനന്യക്ക് എന്ത് കിട്ടാനാണോ ആവോ അറിയില്ല കേട്ടോ. എന്തായാലും ഇതങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ചിത്രയും ദീപുവിനെയുമാണ്. അപ്പതാ ചിത്ര മേശയൊക്കെ അങ്ങ് തുടച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ദീപു ആണെങ്കിലോ വെള്ളം അടിച്ച് ലെക്ക് കേട്ട അവസ്ഥയിൽ അവിടെ വരികയാണ്. അപ്പം ദീപു പറയുന്നുണ്ട്, ചിത്ര എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം, നീ ഞാൻ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കുമോ എന്ന് ചോദിക്കുമ്പം, അതെ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംസാരിക്കാനില്ല, അത് നിങ്ങളുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ്. ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയെ പറ്റിച്ചു, അതുപോലെ തന്നെ എന്നെയും എൻ്റെ മകനെയും പറ്റിച്ചു. ഇനി ഞാൻ എങ്ങനെയാ നിങ്ങളെ വിശ്വസിക്കുന്നത്? എൻ്റെ ചിത്ര എനിക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളതൊക്കെ നീയൊന്ന് കേൾക്കണമെന്നും പറഞ്ഞ് ചിത്രയുടെ കാല് പിടിക്കുകയാണ് നമ്മുടെ ദീപു. ചിത്രയാണെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ, നിങ്ങൾ അത് നോക്കി ഇവിടെ എങ്ങാനും ഇരുന്നോന്നും പറഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങി പോവാണ്. പെട്ടെന്ന് തന്നെ ദീപുത തലക്ക് കൈ കൊടുത്ത് ഇത്രയും കാലം താൻ ചെയ്തു കൂട്ടിയ ദുഷ്ടതരങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബവിളക്കിന്റെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ
പ്രൊമോ വീഡിയോ ഇടുന്നത്. അത് ചെറിയ ആ ഒരു ക്ലിപ്പ് കണ്ടിട്ടാണ്. അതിപ്പം എന്നെ പോലെ തന്നെ ഇതുപോലെ റിവ്യൂ ചെയ്യുന്ന മറ്റെല്ലാവരും ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരും ഒന്ന് സഹകരിക്കുക. രാവിലെ നമ്മൾ എന്തായാലും റിയൽ വീഡിയോ ആയിട്ടും വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ചയൊക്കെ ആശംസിക്കുകയാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമന്റ്സ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.